ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക വെച്ചിട്ടുള്ള അച്ചാറുകളാണ്. 2-3 വിധത്തിലുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. നിറച്ച് ചാമ്പയ്ക്ക നിൽക്കുക. കുറച്ച് ഉപ്പിലിട്ടതോ സ്ക്വാഷോ ജാമോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ആർക്കും മധുരം വേണ്ട. ജാം മാത്രം വല്ലപ്പോഴും ബ്രെഡിൻ്റെ കൂടെ, അത്രയേ ഉള്ളൂ. ഒരു പാത്രം പറിച്ചു. കണ്ടില്ലേ, ഒരു കൊലയിൽ തന്നെ ഇത്ര വളരെ ഉണ്ട്. കുറേ പൊഴിഞ്ഞ് താഴെ വീഴുക. അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക. വൃത്തിയേടൊന്നുമില്ല, താഴെ നിന്ന് എടുക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ ഇത്ര ഉള്ളതുകൊണ്ട് എടുക്കുന്നില്ല. ഇനിയും കുറച്ചെടുത്ത് കഴുകി പിക്കിളിടാം. കുറച്ചെടുത്ത് അരിഞ്ഞ് പിക്കിളിടാം. ഒരുപാടിട്ടാൽ അത് നമുക്ക് മടുക്കും. മാങ്ങായും ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഇത് കഴുകി എടുത്തുകൊണ്ട് വരാം. കഴുകി വൃത്തിയാക്കി ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇവിടെ ചിലപ്പോൾ ഉറുമ്പ് കാണും. പുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഉറുമ്പ് കാണും. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് കളയവാം. മധുരം കൊണ്ട് വരുന്നതാ. അതുകൊണ്ട് ഇതങ്ങ് കളയണം. ഒരുപാട് വലുതാണ്. അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് കുറച്ച് നാൾ ഇരിക്കാനാണെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് എടുക്കുക. ഇത് അങ്ങോട്ടുണ്ടായി നിന്നാൽ ഉടൻ മുൻവശത്ത് വേറൊന്നും നിൽപ്പുണ്ട്, അതേലുണ്ടാകും. അത് കഴിഞ്ഞാൽ ഉടനെ ഇതേലുണ്ടാകും. ഇങ്ങനെ മാറി മാറി ഉണ്ടാകുന്നതുകൊണ്ട് എന്നും ചാമ്പയ്ക്ക കാണും. വേണം തോന്നിയാൽ നമുക്ക് അപ്പം തന്നെ ഇടാം. മുളക് മൂക്കുമ്പോൾ നമുക്ക് കടുകിടണം. ഇനി നമുക്ക് മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ചാമ്പയ്ക്ക ഇടാം. ഞാനൊരു 5 ചാമ്പയ്ക്ക എടുക്കുള്ളൂ. കഴുകി ഇനി നമുക്ക് പാകത്തിന് ഉപ്പ്. ഞാനിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. മഞ്ഞൾപ്പൊടി, നാരങ്ങ നീരൊഴിക്കണം. അത് നമുക്കൊന്ന് ഇളക്കി. വെള്ളം ഞാൻ അധികം ഒഴിക്കാത്ത ഇത് വെള്ളമാണല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ഇനി നമുക്ക് ആദ്യം 1 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പിടിച്ചു. ഇനി ഇത്തിരി തിളച്ച വെള്ളം ഒഴിക്കും. കുറച്ച് മതി, വെള്ളം കൂടെ വേണമല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് സിമ്മാക്കി ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഉപ്പും നാരങ്ങ നീരും ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. നാരങ്ങ നീര് മതിയോ കുറച്ചുകൂടെ വേണമെന്ന് നമുക്ക് നോക്കണം.
ഇനി നമുക്കൊന്ന് നോക്കാം നമ്മളെ പിക്കിളെന്തോ ആയിന്ന്. എല്ലാം പാകമായി. നോക്കട്ടെ, പാകമായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഉപ്പുമാങ്ങ ഉപ്പും നെല്ലിക്കയൊക്കെ ഇടുന്ന പോലെ ചെറുത് നോക്കി കുറച്ച് ഉപ്പ് തന്നെ ഇട്ട് ഇത്തിരി വിനാഗിരി ഒഴിച്ചു വെച്ചാൽ നമുക്ക് ഉപ്പുമാങ്ങയും ഉപ്പും നെല്ലിക്കയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം. നമ്മൾ കഴുകിയാലും ചിലപ്പോൾ ഉറുമ്പ് വരും. പാകത്തിന് എല്ലാവരും അവരവരുടെ പാകത്തിനാണ് ഉപ്പിടുന്നത്. വേണേൽ നമുക്ക് ഇത്തിരി ഇനി തിളപ്പിച്ചാർച്ച വെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത്. ഇത് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം. കുറച്ച് വിനെഗറും കൂടെ ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വിനെഗർ കൂടെ ഒഴിച്ച് വെക്കാം. കുറച്ച് വിനെഗറും കൂടെ ചതച്ച് വെച്ചാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കഴിക്കാം. ഇനി നമുക്കിപ്പം തന്നെ കഴിക്കാൻ, മറ്റേതും ഇപ്പം തന്നെ കഴിക്കാം. പക്ഷെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചില്ലെങ്കിലും 2-3 ദിവസം കഴിഞ്ഞിട്ടിരിക്കാം. ഇപ്പം ഉടനെ നമ്മൾ അരിഞ്ഞിട്ട മാങ്ങയൊക്കെ കൂട്ടുമല്ലോ, അതുമാതിരി ഒന്നിടാം. സ്ക്വാഷ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. ഒരുപാടുള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. അതാ എൻ്റെ ഇടത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഓഫീസ് ടൈമിൽ ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ വിഷമമാണ്. അല്ല ഞാനിപ്പോൾ കൊണ്ട് കൊടുത്തേന്. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇട്ടു. ഇനി പാകത്തിന് ഉപ്പിടുക. ഒന്നുകിൽ വിനെഗർ ഒഴിക്കണം, അതല്ലെങ്കിൽ നാരങ്ങാ നീരൊഴിക്കണം. നാരങ്ങാ നീരൊഴിച്ചാൽ മതി. അതുപോലെ മറ്റേ ഉപ്പിലിട്ടതിന് പുളി ഒഴിച്ചാലും മതി നിങ്ങൾ കേട്ടോ. വിനെഗറോ നാരങ്ങാ നീരോ ഒന്നും വേണമെന്നില്ല. ഇത് ഞാൻ മുമ്പ് പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ടൂടെ വെച്ച് ഒന്നുകൂടെ പിഴിയുക. ഇതിത്തിരി ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ലേശം ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇടാം. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വിഷമൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടായതായതുകൊണ്ട്. കായപ്പൊടി ഇനി ഇച്ചിരി തിളപ്പിച്ചാർച്ച വെള്ളം നിറച്ചൊഴിക്കണ്ട, കുറച്ച് മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വെള്ളമാകും. ഒരു പകുതി വെള്ളം ഒഴിച്ചത് മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചൊന്ന് കുലുക്കണം. ഇപ്പം തന്നെ താന്നു. ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഉച്ചയ്ക്ക് ഉണ്ണാനാവുമ്പോൾ നമുക്ക് എടുക്കാം. ചാമ്പയ്ക്ക 2 വിധത്തിലുള്ള ഉപ്പിലിട്ടതും റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് അടച്ച് വെക്കാം. ഉണ്ണാറാകുമ്പോൾ എടുക്കാം. ഇത് 2 ദിവസം കഴിഞ്ഞെടുത്താലും മതി. ഒരു പാത്രം പറിച്ചു.